അനധികൃത കുടിയേറ്റത്തിനെതിരെ കാനഡ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കോവിഡ് മഹാമാരിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുന്നതിൽ തന്റെ സർക്കാർ പരാജയപ്പെട്ടെന്നും ട്രൂഡോ തുറന്നു സമ്മതിച്ചിരുന്നു. കോവിഡ് കാലത്ത് നേരിട്ട തൊഴിലാളിക്ഷമം പരിഹരിക്കാനും ജനസംഖ്യാ വളർച്ച കൂട്ടാനും ലക്ഷ്യമിട്ടാണ് കുടിയേറ്റ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതെങ്കിലും സന്തുലിതാവസ്ഥ പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി സ്വയം വിമർശനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ 3 വർഷത്തേക്ക് കാനഡ കുടിയേറ്റം മരവിപ്പിക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഇത് കണ്ട് പലരും ആശങ്കാകുലരാണ്. എന്താണ് യാഥാർത്ഥ്യമെന്ന് പരിശോധിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് പ്രവേശിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം തന്റെ സർക്കാർ കുറയ്ക്കുമെന്ന് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഒക്ടോബർ 24-ൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്ന പ്രഖ്യാപനമാണ് മറ്റൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ കാനഡയിലേക്ക് കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നത് 3 വർഷത്തേക്ക് മരവിപ്പിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പരക്കുന്നത്. ജനസംഖ്യാ വളർച്ച താൽക്കാലികമായി പിടിച്ചു നിർത്തി സമ്പദ് വ്യവസ്ഥയെ സന്തുലിതമാക്കാനാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതെന്നായിരുന്നു അന്ന് ട്രൂഡോ പറഞ്ഞിരുന്നത്. രാജ്യത്ത് കുടിയേറ്റ നിരോധനമില്ലെന്ന് കാനഡയിലെ ഇമിഗ്രേഷൻ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്ത കുറച്ച് വർഷങ്ങളിൽ പുതിയ സ്ഥിരതാമസക്കാർക്കുള്ള പെർമിറ്റ് സർക്കാർ കുറയ്ക്കുകയാണ്. ഓരോ വർഷവും 5 ലക്ഷം വിദേശികർക്ക് സ്ഥിരതാമസത്തിന് അനുമതി നൽകുകയായിരുന്നു നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 2025-ൽ 3,95,000 പേർക്ക് മാത്രമേ PR നൽകൂ. 2026-ൽ 3,80,000 പേർക്കും 2027-ൽ അത് 3,65,000 പേർക്കുമായി കുറയ്ക്കുമെന്ന് ഇമിഗ്രേഷൻ വിഭാഗം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. മെച്ചപ്പെട്ട മാനേജ്മെന്റും ദീർഘകാല സുസ്ഥിരതയും ഉറപ്പാക്കാൻ ജനസംഖ്യാ വളർച്ചയെ താൽക്കാലികമായി മന്ദഗതിയിലാക്കാനാണ് ഈ ക്രമീകരണം എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. കാനഡയിലുള്ള അന്തർദേശീയ വിദ്യാർത്ഥികളെയും വിദേശ തൊഴിലാളികളെയും പോലെയുള്ള താൽക്കാലിക താമസക്കാരാണ് PR-ന് അപേക്ഷിക്കുന്നത്. പാൻഡമിക് കാലത്ത് തൊഴിലാളിക്ഷമം പരിഹരിക്കാൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും പോലെയുള്ള കൂടുതൽ താൽക്കാലിക താമസക്കാർക്ക് സർക്കാർ PR നൽകിയിരുന്നു. ഇപ്പോൾ താൽക്കാലിക കുടിയേറ്റം പരിമിതപ്പെടുത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു പോരുകയാണ്. ജനുവരിയിൽ കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പെർമിറ്റുകളിൽ 2 വർഷത്തെ പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തരം വർക്ക് പെർമിറ്റ് ലഭിക്കില്ലെന്നും അധികാരികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ചിൽ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. 2020 മുതൽ മൊത്തം ജനസംഖ്യയുടെ 6.2% താൽക്കാലിക താമസക്കാരെ അടുത്ത 3 വർഷത്തിനുള്ളിൽ 5% കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ മാറ്റങ്ങൾ കൊണ്ട് ജനസംഖ്യാ വളർച്ചയും കുടിയേറ്റ നിലവാരവും മികച്ച രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത്. കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ജോലി സമയം വർദ്ധിപ്പിച്ച റിപ്പോർട്ടും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ സാധിക്കും. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതായി കാനഡയുടെ ഇമിഗ്രേഷൻ, അഭയാർത്ഥി, പൗരത്വ വകുപ്പ് മന്ത്രി മാർക്ക് മില്ലർ അറിയിച്ചിട്ടുണ്ട്. ഇതിലൂടെ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ രാജ്യത്തെ തൊഴിലാളിക്ഷമം പരിഹരിക്കാനും പുതിയ നയത്തെ സഹായിക്കാനുമാണ് സർക്കാർ കരുതുന്നത്. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ക്യാമ്പസിന് വെളിയിലെ ജോലി ആഴ്ചയിൽ 24 മണിക്കൂർ മാത്രം മതിയെന്നതാണ് വ്യവസ്ഥ. ഇത് ലംഘിച്ചാൽ സ്റ്റഡി പെർമിറ്റിന്റെ ചട്ടലംഘനമാകും. വിദ്യാർത്ഥി എന്ന പരിഗണന നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, പഠനത്തിനും ജോലിക്കുമുള്ള ഭാവി അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും കാനഡ വീഴേണ്ടതായും വരും. ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രം പാർട്ട് ടൈം ജോലി എന്നതായിരുന്നു മുൻപുണ്ടായിരുന്ന വ്യവസ്ഥ. കോവിഡ് കാലത്ത് ഇതിന് ഇളവ് നൽകിയിരുന്നു. എന്നാൽ ഇളവ് പിൻവലിച്ച് പരമാവധി 24 മണിക്കൂർ എന്ന പരിധി വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.